ജനറൽ സീറ്റിൽ വനിതകൾ മത്സരിക്കുന്നതിനെതിരായ വഖഫ് ബോർഡ് അംഗം ഉമർ ഫൈസി മുക്കത്തിന്റെ പരാമർശം തള്ളി MA ബേബി. സ്ത്രീ തുല്യതയ്ക്ക് നിരക്കാത്ത സമീപനം പാടില്ലാത്തതാണെന്ന് MA ബേബി. CPM-ന് ഇത്തരം അഭിപ്രായത്തോട് യോജിപ്പില്ലെന്നും MA ബേബി കൂട്ടിച്ചേർത്തു. എവിടെയോ തൊട്ടടുത്ത ദിവസമാണ് എന്തോ പ്രകാശനത്തിൻ്റെ ഘട്ടം നോക്കിയപ്പോൾ മുൻനിരയിലുള്ള എല്ലാ ആണുങ്ങളാണ്. അപ്പം രണ്ടാമത്തെ നിരയിൽ സ്ത്രീകളിരിപ്പോൾ ഞാൻ പറഞ്ഞാൽ അവരിങ്ങോട്ട് മുമ്പോട്ട് പോവാ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുള്ളതാണ്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ പേരിൽ വേണമെങ്കിൽ ആരോപണങ്ങളും ഉണ്ടാകാം എൻ്റെ നേരെ. ഇങ്ങനെ സ്ത്രീകൾക്ക് അവസരം കൊടുക്കാനും ഒക്കെ ഈ താല്പര്യം എടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് വേണമെങ്കിൽ വരാം. പക്ഷെ ഞാനത് ചോദിക്കട്ടെ, ഒന്ന് ചൊറിഞ്ഞു നോക്കിയാൽ പുരുഷാധിപത്യ പ്രവണത ഇല്ലാത്ത എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? അത് ഈ തിരഞ്ഞെടുപ്പിൻ്റെ നാളുകളിൽ വെളിപ്പെടുന്നില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ 18 പേര് വനിതകളാണ്. UDF-ലോ 12 പേരേ ഉള്ളൂ, അല്ലേ? ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് 18 പോരായിരുന്നു LDF-ൽ. അതാണ് എൻ്റെ അഭിപ്രായം. പാർട്ടിയിൽ നിന്ന് കൂടുതൽ സ്ത്രീകളെ വനിതകളുടെ സ്ഥാനാർത്ഥികളാക്കി നിർത്തണമായിരുന്നു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ചെറുപ്പകാലം മുതൽ സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും സമരങ്ങളിലും പങ്കെടുത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വന്ന് മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സണൊക്കെ ആയ ഒരു വ്യക്തി ഈ തെരഞ്ഞെടുപ്പിൽ CPM-ൻ്റെ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ആ വനിതാ പോരാളിയായ സ്ത്രീ സഖാവിനെ ഒരാളിൻ്റെ ഭാര്യയായിട്ടങ്ങ് വെട്ടിച്ചുരുക്കി. ഇത് നടന്നില്ലേ കേരളത്തിൽ? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയില്ലേ?